ഇതിവിടെ വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ടിടക്കാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നെയ്യാർ വന്യജീവി സങ്കേതവും നെയ്യാറിനെ കുറിച്ചുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് ഏത് സങ്കേതം? നെയ്യാറ്റിങ്കര നെയ്യാർ വന്യജീവി സങ്കേതം. കേട്ടോ, കൊടുത്തു വെച്ചോളുക. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം. ആൻസർ എന്താണ്? നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ജില്ല ഏതാണ്? ഏതാണ്? തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയാണ്. അതുപോലെ തന്നെ സതേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. സതേൺ മോസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് കേരള. ആൻസർ എന്താണ്? നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നെയ്യാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി സിറ്റുവേറ്റഡ് അറ്റ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. അതുപോലെ പറയുകയാണെങ്കിൽ നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലയൺ സഫാരി പാർക്ക്, മുതലവളർത്തൽ കേന്ദ്രമൊക്കെ എവിടെയാണ്? നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ലയൺ സഫാരി പാർക്കും അതുപോലെ അതിനോട് ബന്ധപ്പെട്ടതുണ്ട് മുതലവളർത്തൽ കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ആന്ധ്രാപ്രദേശിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലുള്ള കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കേട്ടോ, ഇതെങ്ങനെ അതായത് ആന്ധ്രാപ്രദേശിലുള്ള നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ നെയ്യാറിനെ കുറിച്ച് പറയുകയാണ്. നെയ്യാർ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. സതേൺ മോസ്റ്റ് റിവർ ഓഫ് കേരള. ആൻസർ നെയ്യാർ. നെയ്യാറിൻ്റെ നീളം എത്രയാണ്? 56 കിലോമീറ്റർ. ലെന്ത് 56 കിലോമീറ്റർ. ലെന്ത് എത്രയാണ്? 56 കിലോമീറ്ററാണ്. 56 കിലോമീറ്ററാണ് ലെന്ത്. നെയ്യാർ ഒഴുകുന്ന ജില്ല ഏതാണ്? ദ റിവർ ഫ്ലോയിങ് ത്രൂ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണേത്? നെയ്യാർ. നെയ്യാറിന്റെ ഉത്ഭവം എവിടെയാണ്? നെയ്യാർ എവിടെ ഉത്ഭവിക്കുന്നു? അഗസ്ത്യ മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അഗസ്ത്യ മലയിൽ നിന്നുമാണ് നെയ്യാർ ഉത്ഭവിക്കുന്നത്. നെയ്യാർ എവിടെ പതിക്കുന്നേ? നെയ്യാർ എവിടെ പതിക്കുന്നു? നെയ്യാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. അപ്പം എവിടെ ആയിരിക്കും പതിക്കുന്നേ? അറബിക്കടൽ. എവിടെയാണ്? അറബിക്കടൽ. നെയ്യാർ ഫാൾസ് ഇൻടു അറേബ്യൻ സീ. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. അത് ഏത് ജില്ലയാണ്? കണ്ണൂർ ജില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? വളരെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. കേട്ടോ, ഇനി നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസവും വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ, നിങ്ങൾക്ക് പഠനത്തിനൊരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് അടുത്ത വീഡിയോയിൽ പറയുന്നത്. കേട്ടോ, എന്തായാലും ഒരു വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ആ ക്വസ്റ്റ്യൻസ് പറയുവാൻ ഞാൻ പരമാവധി ട്രൈ ചെയ്തിട്ടുണ്ട്. കേട്ടോ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോയിൽ കേരളത്തിലെ തൂലികാനാമങ്ങൾ പറയുകയുണ്ടായി. അപ്പം വിലാസിനി ആരുടെ തൂലികാനാമമാണെന്ന് അറിയാമോ? വിലാസിനി എന്നത് ആരുടെ തൂലികാനാമമാണ്? ആരുടെയാ? M.K. മേനോൻ. വിലാസിനി ഈസ് ദ പെൻ നെയിം ഓഫ് M.K. മേനോൻ.